Hello my dear students, welcome to my channel at your classroom. എൻ്റെ ചാനലിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചേരുവാൻ താഴെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി at your classroom -5-2310A. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേരള റീഡർ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് 4 പാർട്ട് 1 യൂണിറ്റ് 2 പേപ്പർ ബോർഡ്സ് എന്ന ലെസൺ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ നിങ്ങൾ കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ചാനലിൽ കയറി അത് കണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെസണിലെ ആദ്യ ഭാഗമായ ഡൗൺ ദ സ്ട്രീം എന്നതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് പറയുന്നതെന്ന് നോക്കാം. അന്ന ജെന്റ്ലി വാക്ക്ഡ് ടുവേഴ്സ് ദ സ്ട്രീം ഓഫ് പഡി റെയിൻ വാട്ടർ. അന്ന എന്ന പേരുള്ളൊരു പെൺകുട്ടി വളരെ സാവധാനത്തിൽ മഴ പെയ്ത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ട്രീം പോലെ, അരുവി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു മഡി റെയിൻ വാട്ടർ, അതായത് കലക്ക് വെള്ളമാണത്, അതിൻ്റെ അടുത്തേക്ക് വന്നു. ഷീ ബെൻഡ് എ ലിറ്റിൽ ആൻഡ് ലോഞ്ച്ഡ് എ പേപ്പർ ബോട്ട്. അങ്ങനെ ഒന്ന് കുനിഞ്ഞു, അതിലേക്ക് ഒരു പേപ്പർ ബോട്ട് വെച്ചു കൊടുത്തു. ഇറ്റ് സെയിൽഡ് ഡൗൺ ദ സ്ട്രീം സ്വിഫ്റ്റ്ലി ആൻഡ് പ്രൗഡ്ലി. അങ്ങനെ അത് എന്ത് ചെയ്തു? ഇറ്റ് സെയിൽഡ്, അത് വളരെ പെട്ടെന്ന് തന്നെ സ്വിഫ്റ്റ്ലി ഒഴുകി അങ്ങോട്ട് പോയി ആ സ്ട്രീമിൽ. ഷീ വെൻഡ് ഓൺ പ്ലേസിങ് എ നമ്പർ ഓഫ് പേപ്പർ ബോട്ട്സ് ഇൻ ദ സ്ട്രീം. അങ്ങനെ ഒന്നിനെ പുറകെ ഒന്നായിട്ട് കുറച്ച് പേപ്പർ ബോട്ട്സ് അങ്ങനെ വെച്ച് കൊടുത്തു. ഷീ വാസ് ഡിലൈറ്റഡ്. അവൾക്ക് വളരെ സന്തോഷമായി ഇതിങ്ങനെ കളിക്കുമ്പോൾ. സഡൻലി സംതിങ് ഹൊറിബിൾ ഹാപ്പൻഡ്. പെട്ടെന്നാണ് ഒരു വല്ലാത്തൊരു കാര്യം സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ ഭയാനകമായ ഞെട്ടിപ്പിക്കുന്ന സംഭവം, ഹൊറിബിൾ സംഭവിച്ചു. അതെന്താ നമുക്ക് നോക്കാം. ആൻ ആംഗ്രി ഗേൾ, ഈ ഭാഗത്തിൻ്റെ ഹെഡിങ് ആണ് ആംഗ്രി ഗേൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ ഫാറ്റ് ബോയ് പൗൺസ്ഡ് ഓൺ വൺ ഓഫ് ദ ബോട്ട്സ് ആൻഡ് പുൾഡ് ഇറ്റ്. അപ്പോൾ ഒരു തടിച്ച ഒരു ആൺകുട്ടി ആ ബോട്ടിലേക്ക്, അതിൽ ഒരു ബോട്ടിലേക്ക്, ഈ ഒഴുക്കിവിട്ട അനേക ബോട്ടുകളിൽ ഒരു ബോട്ടിൻ്റെ മേലേക്ക് ചാടി വീണ് അതിനെ പുറത്തെടുത്തു. പുൾഡ് ഇറ്റ്. ഹി ടേൺ ദ ബോട്ട് അപ്സൈഡ് ഡൗൺ. എന്നിട്ട് എന്ത് ചെയ്ത്? അവൻ അതിനെ തിരിച്ചിട്ടു വെള്ളത്തിൽ. അന്ന സ്റ്റാഡ് അറ്റ് ദ ബോയ്. അപ്പോൾ അന്ന വളരെ പേടിച്ചുകൊണ്ടായിരിക്കാം തുറിച്ചു നോക്കി. ഹി വാസ് ഫാറ്റ് ആൻഡ് ഡേർട്ടി. ആ കുട്ടി വളരെ തടിച്ചതും ഒരു വലിയ വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല, മേലൊക്കെ ചളിയൊക്കെ ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഹി ഡിഡ് നോട്ട് മൈൻഡ് അന്നാസ് ആംഗ്രി ഫേസ്. പക്ഷേ ഈ കുട്ടി അന്നയുടെ ആ ദേഷ്യം പിടിച്ച മുഖം ശ്രദ്ധിച്ചില്ല. അന്ന സ്റ്റെയർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ വളരെ ദേഷ്യത്തോടെയാണ് സ്റ്റെയർ ചെയ്തതെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്. എന്നിട്ട് ഇത് അന്നയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അന്ന എന്ത് ചെയ്തു? അന്ന റാൻ ഹോം. അവൾ തിരിച്ച് വീട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ വീട്ടിലേക്ക് ഓടിപ്പോയി. അപ്പം ഇവിടെ അടുത്ത ഭാഗത്ത് നമുക്കെന്ത് കാണുന്നത്? എ സൊല്യൂഷൻ. അപ്പോൾ അതിനൊരു തീരുമാനം ആണ്, ഒരു സൊല്യൂഷനാണ് ഇവിടെ കാണുന്നത്. അന്നാസ് ആൻറ്റ് അരുന്ധതി വാസ് സിറ്റിംഗ് ഇൻ ആൻ ആം ചെയർ. അപ്പോൾ അവിടെ വീട്ടിൽ അന്നയുടെ ആൻറ്റി അരുന്ധതി ഒരു ചാരിക്കസേലയിൽ ഇരിക്കുകയായിരുന്നു. അന്നാസ് ഫേസ് വാസ് റെഡ് വിത്ത് ആങ്കർ. അപ്പോൾ അന്നയുടെ ഫേസ് വളരെ ചുവന്നിരുന്നു ദേഷ്യം പിടിച്ചിട്ട്. ഷീ പൗട്ടഡ് ഹെർ ലിപ്സ് ആൻഡ് സെഡ്. പൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഈ ലിപ്സിനെ കൂർപ്പിച്ച് പിടിക്കുക ദേഷ്യം പിടിച്ചിട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? ദാറ്റ് നോട്ടി ബോയ് ഹി ഓവർടേൺഡ് മൈ ബോട്ട്, ഷീ സെഡ്. ആ കുരുത്തം കെട്ട ചെക്കൻ അവൻ എൻ്റെ ബോട്ട് തിരിച്ചിട്ടു, മറിച്ചിട്ടളഞ്ഞു. ഓവർടേൺഡ്. ഡോണ്ട് വറി, ഐ വിൽ മേക്ക് അനദർ വൺ ഫോർ യു. നീ പേടിക്കണ്ട, നീ ഒന്നും അങ്ങനെ പ്രയാസപ്പെടണ്ട, ഞാൻ നിനക്ക് വേറെ ഒന്നും ഉണ്ടായിത്തരാം. അങ്ങനെ എന്താ അരുന്ധതി ട്രൈ ടു കൺസോൾ ഹർ. അങ്ങനെ അരുന്ധതി ആൻറ്റി ഇവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വാട്ട് ഇഫ് ഹി ടേക്സ് ദാറ്റ് വൺ ടു? അപ്പോൾ അവൻ അതും കൂടി എടുത്താൽ എന്ത് ചെയ്യും? ഓക്കെ, ദെൻ ഐ വിൽ മേക്ക് എ ഫ്യൂ മോർ ഫോർ യു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് വീണ്ടും കുറച്ചുകൂടെ ഉണ്ടായിത്തരാം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് താഴോട്ട് നോക്കാം. വാട്ട് ഇഫ് ഹി ടേക്സ് ഓൾ ഓഫ് ദെം? അങ്ങനെയാണെങ്കിൽ ആൻറ്റി എനിക്ക് ഉണ്ടായിത്തരുന്ന ഒക്കെ അവനങ്ങ് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നോ ഹി വോണ്ട്. അവൻ എടുക്കില്ല, അത് ചെയ്യില്ല. ഐ വിൽ മേക്ക് എ ഫ്യൂ ഫോർ ഹിം ആസ് വെൽ. ഞാൻ എന്ത് ചെയ്യും? അവനും കൂടെ കുറച്ച് ബോട്ട്സ് അങ്ങ് ഉണ്ടാക്കിത്തരാം. അപ്പോൾ അവൻ നിൻ്റെത് എടുക്കില്ല എന്നാണ് ആൻറ്റി പറയുന്നത്. ബട്ട് വൈ ഷുഡ് യു മേക്ക് ബോട്ട്സ് ഫോർ ഹിം? പക്ഷെ ആൻറ്റി എന്തിനാ അവന് ബോട്ട്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഹീ സീം ടു ബി എ പുവർ ചൈൽഡ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു അവനൊരു പാവം ചെക്കനാണെന്ന് എനിക്ക് തോന്നുന്നത്. ദെൻ വൈ കാൺട്ട് ഹീ മേക്ക് ദം ഹിംസെൽഫ്? ഹീ സോ ബിഗ്. അപ്പം അന്ന ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അവന് സ്വന്തമായിട്ട് തന്നെ ഉണ്ടായിക്കൂടെ? അവൻ വലിയൊരു കുട്ടിയല്ലേ. മേ ബി നോ വൺ ഹാസ് ടോട്ട് ഹിം ഹൗ ടു മേക്ക് ബോട്ട്സ്. ഒരു പക്ഷേ അവനെ ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ബോട്ട് ഉണ്ടാക്കാനായിട്ട്. വൈ ഡസൻ ഹി ഗോ ടു സ്കൂൾ? എന്താ അവന് സ്കൂളിൽ പോകുന്നില്ലേ? ഹീ സോ റൂഡ്. അവൻ വളരെ മര്യാദയില്ലാതെ എന്നോട് പെരുമാറി, പരുക്ക സ്വഭാവത്തിൽ എന്നോട് പെരുമാറിയത്.
ആൻഡ് അരുന്ധതി ജസ്റ്റ് സ്മൈൽ. ഇത് കേട്ടിട്ട് ആൻറ്റി വളരെ സമാധാനത്തോടൊന്ന് ചിരിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാനുള്ളതൊക്കെ ഞാൻ സംസാരിച്ചു വളരെ ക്ലിയറായിട്ട് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ടാണ് ഈ ലെസൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിനി ഒരു ഭാഗം കൂടിയുണ്ട്, ഗുഡ് ഗൈഡൻസ് എന്നുള്ളൊരു ഭാഗവും പിന്നെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഭാഗം കൂടിയുണ്ട്. ഈ രണ്ട് ഭാഗം ഞാൻ അടുത്ത വീഡിയോയിലേക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലെയിനൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വരും. പിന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നുണ്ട്, അതും ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവരിത് കേട്ട് പഠിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നല്ലോണം പഠിക്കുക. ഓക്കെ, ബൈ, സി യു.